നരേന്ദ്രമോദി എത്ര അപേക്ഷിച്ചിട്ടും റഷ്യ അവരുടെ RD-93MA എന്ന് പറയുന്ന എഞ്ചിനുകൾ, അതായത് യുദ്ധവിമാന എഞ്ചിനുകൾ പാകിസ്ഥാൻ്റെ JF-17 എന്ന് പറയുന്ന അവരുടെ തണ്ടർ ബ്ലോക്ക് 3-ൽ ഫിറ്റ് ചെയ്യാൻ കൊടുത്തു എന്നുള്ളതാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് ഈ റഷ്യയുടെ എഞ്ചിൻ എന്നുള്ളതായിരുന്നു നെറേറ്റീവ് എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാൻ്റെ ഈ JF-17 തണ്ടർ ബ്ലോക്ക് 3 ഇന്ത്യക്കൊരു പേടി സ്വപ്നമായി റഷ്യയുടെ എഞ്ചിൻ കൂടെ വരുമ്പോൾ മാറുമെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. പാകിസ്ഥാനും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ കാരണം ഈ JF-17-ൽ റഷ്യയുടെ ഈ RD-93MA എന്ന് പറയുന്ന അവരുടെ കുത്തകയായിട്ടുള്ള ഈ എഞ്ചിൻ വരുമ്പോൾ LOCയിലടക്കം ഉയർന്നു പറക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിലവിൽ ചൈന കൊടുക്കുന്ന RD-93MA എന്ന് പറയുന്ന റഷ്യയുടെ ചാത്തൻ എഞ്ചിനാണ് ഇതിലെല്ലാം ഫിറ്റ് ചെയ്ത് ഇവരിത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് റഷ്യ പാകിസ്ഥാന് കൊടുക്കാതിരിക്കാൻ നരേന്ദ്രമോദി കിണഞ്ഞു പരിശ്രമിച്ചു. അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ റഷ്യ അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള പലരും രംഗത്തിറങ്ങി. രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിട്ടില്ല. കാരണം അദ്ദേഹം 4 രാജ്യങ്ങൾ സന്ദർശനത്തിലാണ്. ആമസോൺ മഴക്കാടുകളിൽ ഊളിയിട്ട് നടക്കുകയാണെന്നാണ് അറിയാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി രാജ്യത്തെ ചതിച്ചു, നരേന്ദ്രമോദി പറഞ്ഞിട്ടും റഷ്യ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ആയുധമാക്കി കോൺഗ്രസ് ഇത് മാറ്റിയപ്പോഴാണ് പുടിൻ്റെ ഒരു പ്രതികരണം വരുന്നത്. ഈ വാർത്ത തെറ്റാണ്. ഈ വാർത്ത എവിടെ നിന്ന് വന്നു? ഇതാര് പറഞ്ഞു ഈ വാർത്ത? അതായത് റഷ്യ സമ്പൂർണ്ണമായിട്ട് ഈ വാർത്ത നിരാകരിക്കുകയാണ്. അങ്ങനെ റഷ്യ പാകിസ്ഥാന് ഈ എഞ്ചിൻ കൊടുക്കാമെന്ന് ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല, സമ്മതിച്ചിട്ടുമില്ല. ഈ റിപ്പോർട്ടൊക്കെ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ഇപ്പോൾ പുടിനും റഷ്യയിലെ വേണ്ടപ്പെട്ടവരും ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് കാട്ടുതീ പോലെ പടരുകയാണ്. ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് സകല മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇതൊരു പ്രൊപ്പഗാൻഡ വാറിൻ്റെ ഭാഗമായി ഇന്ത്യയെയും ചൈനയും തെറ്റിക്കുക എന്നുള്ള നീക്കമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായിരുന്നാലും ഈ പാകിസ്ഥാൻ ഈ എഞ്ചിൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ വാർത്ത തെറ്റാണ്. പാകിസ്ഥാൻ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. നിലവിൽ ചില ചെറിയ സൈനിക സഹകരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നടന്നു പോകും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയ സൈനിക സഹകരണമൊന്നും പാകിസ്ഥാനുമായിട്ട് റഷ്യ നടത്തില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.